1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ഹാർദമായ സ്വാഗതം. എരിവെന്തിനധികം ഒരു ചെറിയ കാന്താരി പോരെ, ഒരു കാന്താരി അല്ല 3 കാന്താരികളാണ് വരാൻ പോണത് ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിൽ നിന്നും. അതെ അതെ, നമ്മുടെ ഷോയുടെ അഹങ്കാരമാണ് ഈ പിള്ളേര്. അതെ, അനന്യയുണ്ട്, ദേവിയുണ്ട്, സൈന്ധവും ഉണ്ട്. പോരെ, അപ്പൊ സ്കിറ്റ് കാണാം. ഈശ്വര, ആ പെണ്ണിതുവരെ റെഡി ആയില്ലേ? എടി കൊച്ചേ, അയ്യോ ഒച്ചല്ലേ കൊച്ചല്ലേ, എടി കൊച്ചേ നീ ഇതുവരെ റെഡി ആയില്ലേ? അച്ഛമ്മേ ദേ വരുന്നു. ആഹാ, അപ്പൊ ദേ മാത്രമേ വരുന്നുള്ളൂ, നീ വരുന്നില്ല? ഞാനല്ലേ ഇവിടെ വന്നിരിക്കുന്നേ. വന്നിരിക്കല്ലേ, ഒന്ന് നിക്കല്ലേ. എന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ കേട്ടെ. അച്ഛമ്മേ ഞാൻ റെഡിയായി, ഇനി പറ എവിടെ പോവാനാ? ഒരിടത്തും പോവാനൊന്നും അല്ല, ഇന്നാണ് മക്കളെ പാട്ട് പഠിപ്പിക്കാൻ മാഷ് ഇവിടെ വരുന്നത്. ആ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുത്ത് എന്റെ പോറ്റിയും അവന്റെ ഭാര്യയുടെ ഒരേ ഒരു മകളായ നിന്നെ ഒരു കലാകാരിയാക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. അച്ഛമ്മേ ഞാൻ ഈ നാടകം പഠിച്ചാ മതിയോ? നാടകമൊന്നുമില്ല, എന്റെ ഉള്ളു തട്ടി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ പാട്ട് പഠിപ്പിക്കും. ഇത് വല്ലോ നടക്കുവോ? നടക്കും, അത് നടത്താൻ ഞാൻ ഏത് അറ്റം വരെയും പോവും. അറ്റം വരെ പോന്ന കൊള്ളാം, താഴെ വന്ന് വീഴരുത്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. നിന്നെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. പിന്നെ ഞാൻ അഭിനയം പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. പിന്നെ ഞാൻ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വിട്ട്, ശരിയായില്ല. അതൊന്നും എന്റെ പൊന്നുമോളെ കുഴപ്പം കൊണ്ടല്ല, മക്കളെ പഠിപ്പിച്ച മാഷിമാർക്ക് ഒരു കുന്തോ അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് ഈ അച്ഛമ്മ മക്കളെ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിൽ എന്റെ മക്കള് കഴിവ് തെളിയിക്കുകയും ചെയ്യും, ടോപ്പ് സിംഗറിൽ പോവുകയും ചെയ്യും, 1ാം സ്ഥാനം വാങ്ങിക്കുകയും ചെയ്യും. ബെസ്റ്റ് പെർഫോമറിന്റെ അവാർഡ് എന്നെ എന്റെ മക്കള് വാങ്ങിക്കണം കേട്ടാ. പിന്നെ മക്കളെ നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ വല്ല സാധകം ചെയ്തോണ്ടങ്ങോട്ട് ഇരി. നമ്മുടെ മാഷ് വരുമ്പോ കേട്ടോണ്ട് വരട്ടെ. ഇത് മാഷ് വന്നിട്ട് സ്വാഗതം ചെയ്താ പോരെ? പൊന്നു എന്നെ സ്വാഗതം, ഇത് സാധകം. മറ്റേ സാരിഗമല്ലേ, അതങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഓ അത് എന്ത് ശരിയാത്ത? പിന്നെ ഞാൻ ലോകമറിയുന്ന ഒരു പാട്ടുകാരിയാക്കും. ലോകമറിയേ? ലോകമറിയല്ലെന്ന്, ലോകമറിയുന്ന പാട്ടുകാരി രാഗശ്രീ. മക്കളെ പാട്ട് കേട്ടിട്ട് വേണം ഈ അച്ചമ്മയ്ക്കൊന്ന് കണ്ണടക്കാൻ. എന്റെ പാട്ട് കേട്ടിട്ട് എന്തിനാണ് അച്ചമ്മ കണ്ണട വയ്ക്കുന്നത്? ഇവിടെ കണ്ണട വയ്ക്കാല്ലെന്ന്, കണ്ണടയ്ക്കാൻ. എങ്കിലേ അച്ചമ്മ കണ്ണടയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു പാട്ട് പാടിത്തരട്ടെ. ഇപ്പൊ ഞാൻ ചാവണോ നടി നിന്റെ ആഗ്രഹം? നിന്റെ മനസ്സിലിരുമ്പൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും നീ പറഞ്ഞില്ലേ എന്റെ മുറി പോയി എന്റെ കണ്ണാടി നീ എടുത്തോണ്ടോ. അച്ചമ്മേടെ മുറിന്ന് കണ്ണട എടുക്കുന്നതിലും ഭേദം വൈക്കോൽ തുറവിന്റെ ഉള്ളിൽ നിന്ന് മൊട്ടുസൂചി എടുക്കുന്നതാ. ആരെടുക്കാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്? ആര് പറഞ്ഞു തന്നത്? ഇതാര് പറഞ്ഞു തരാനാ? ഇത് ഈ നാട്ടില് മൊത്തം പാട്ടാ. എന്നാ ആ പാട്ടി 100 പാട്ടെങ്കിലും പാടി എന്റെ മക്കളൊന്ന് വൈറലാവ്. മോളെ എപ്പോഴും പാടി അച്ഛമ്മയെ കൊതിപ്പിക്കുന്ന ഒരു പാട്ടില്ലേ, അതൊന്ന് പാടി കേൾപ്പിച്ചു. ഇപ്പൊ പാടാം. അറിഞ്ഞില്ല, ഞാൻ നന്നായിട്ട് പാടി അച്ഛമ്മ. നിന്നെ കൊണ്ട് ഈ ജന്മത്ത് പാടാൻ പറ്റില്ലെന്നുള്ള കാര്യം ഈ അച്ഛമ്മ അറിഞ്ഞില്ല. എന്നിട്ട് പെണ്ണ ആ സാറെങ്ങാനും വന്നിട്ട് പാടാൻ പറഞ്ഞതുപോലെ വാവലിച്ച് കയറി പാടരുത് കേട്ടെ. അയ്യോ മാഷ് വരുമ്പോ, അയ്യോ ദാണ്ട മാഷ് വന്നു, കേറി വരൂ. അയ്യോ ദാണ്ട മാഷ്. എന്താ മാഷേ താമസിച്ചേ? അത് പിന്നെ എന്റെ പേര് പോലെ തന്നെ ആയിരുന്നു എന്റെ വരവും. എന്താ മാഷിന്റെ പേര്? വസന്തൻ. മാഷാണോ താമസിച്ചു വരുന്ന വസന്തൻ? അതെ, ഐ ആം ടു ലേറ്റ്. അതുകൊണ്ടാണല്ലേ അപ്പൊ മാഷ് താമസിച്ചേ. പക്ഷെ മാഷ് പറഞ്ഞു ഇന്നലെ വരുമെന്ന്. അത് പിന്നെ ഇന്നലെ എനിക്കൊരു പാട്ട് പരിപാടിയുടെ വിധി ഉണ്ടായിരുന്നു. മോശ ജഡ്ജ്മെന്റിനൊക്കെ പോവോ? ജഡ്ജ്മെന്റ് അല്ല, കഴിഞ്ഞ മാസം ഞാൻ ഉത്സവത്തിന്റെ ഒരു അമ്പലത്തിൽ പാട്ട് പാടി പകുതിയായതല്ല, ജനം രണ്ടായിട്ട് ചേരി തരുന്നു. അടി ഇവിടെ എന്തോ നടക്കുന്നെന്ന് അറിയാൻ വേണ്ടി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എത്തി നോക്കിയതാ. എങ്ങാണ്ടോന്നടുത്ത് ചാടി വന്നെ ചെപ്പാങ്കുത്തിക്കിട്ട് ഒറ്റ അടി. അവിടെ കൊണ്ടത് തീർന്നതാണ് ഞാൻ വിചാരിച്ചത്.
എന്നാ അടി ഉണ്ടാക്കാൻ മെയിൻ വിഷയം ഞാനാന്നും പറഞ്ഞ് കമ്മിറ്റിക്കാരെല്ലാരും കൂടെ എന്റെ പേര് കൊണ്ട് കേസ് കൊടുത്ത്. അതിന്റെ വിധിയായിരുന്നു ഇന്നലെ. എന്റെ ഭാഗ്യം കൊണ്ട് അതിന്റെ വിധി അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു. ഇല്ല, ഇവിടെ ആർക്കാ പാട്ട് പഠിക്കണ്ടത്? മോന്റെ മോക്ക. മോന്റെ മൂക്കോ? ബാക്കിയുള്ളവരോട് വാണ്ട് പാടാൻ കഷ്ടപ്പെടുന്നു, അന്നാലും എടുത്ത മൂക്കോട്ട് പാടാൻ പോന്നെ. അയ്യോ മോന്റെ മൂക്കെന്നല്ല, മകന്റെ മുളക. മകന്റെ മുളകോ? മുളകല്ലെന്ന്. മകള് ഇതാണ് കൊച്ചി. വൈറ്റിന് ഇവിടെ എവിടെ ആയിട്ട് വരും? വൈറ്റിലെ എന്തോന്ന് മാഷേ? അല്ല, ഇതാ കൊച്ചിന്ന് പറഞ്ഞു. അയ്യോ കൊച്ചിയിലെന്ന്, കൊച്ച്. അല്ല, എന്താ കുട്ടിയുടെ പേര്? രാഗശ്രീ. പേര് തന്നെ രാഗം. പേര് തന്നെ പ്രാകാര. പേര് തന്നെ പ്രാകാരല്ല, പേര് തന്നെ രാഗം. രാഗശ്രീ കേട്ടിട്ടില്ലേ? ശ്രീരാഗമോ തേടുന്നു നീ. ബാക്കി അങ്ങനെ ഇപ്പൊ കേട്ട് തൂയിക്കണ്ട. അല്ല, കുട്ടിക്ക് സംഗീതത്തിൽ കമ്പം ഉണ്ടോ? സംഗീതത്തിൽ കമ്പം ഇല്ല, പക്ഷെ അപ്പുറത്തെ കാട്ടി കമ്പം ഉണ്ട്. മാഷിന് വേണോ? അതിന്നൊരു കമ്പെടുത്ത് എന്നെ തലക്കടിച്ചങ്ങ് കൊല്ലാവോ? എന്നാത്തിന്? ആ കമ്പം ഉണ്ടോന്നല്ലേ ചോദിച്ചേ. കുട്ടിക്ക് സംഗീതത്തിൽ കമ്പമുണ്ടോ? അതായിരുന്ന. അതൊന്നും ഇല്ല മാഷേ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ പാടുവോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും സംഗീതജ്ഞരാ. ആണോ? എല്ലാരും പാടും? ഇല്ല. പിന്നെ സംഗീതജ്ഞരാന്ന് പറഞ്ഞു. എല്ലാരും സംഗീതത്തിൽ അജ്ഞതാ. മാഷിന്റെ വീട്ടിൽ എല്ലാരും പാടോ? പാടും. 2 പേർ പാടും, ഞാനും ഞങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന റേഡിയോയും. ബാക്കി ആരും പാടില്ലേ? പാടില്ല. അച്ഛന് തീരെ പാടില്ല. അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റാത്ത തലകറക്കം, ഇയർ ബാലൻസിന്റെ കുഴപ്പമെന്നാ ഡോക്ടർ പറഞ്ഞത്. ചേട്ടനാണ് വിട്ടുമാറാത്ത നടുവേദന. അങ്ങനെ വീട്ടിൽ ആകെ പാടില്ല. അതെ, ഗവൺമെന്റ് ആശുപത്രിയിലെ ചീട്ടെടുക്കാനല്ല മാഷ് ഇങ്ങോട്ട് വന്നത്. എന്റെ പൊന്നു മാഷെ, എന്റെ പിള്ളേ ഒന്ന് പഠിപ്പിരും മാഷെ. അങ്ങോട്ട് പഠിപ്പിക്കാലോ. ഒരു പാട്ട് ഞാൻ പാടിത്തരാവേ. എന്റെ ഒരു ഫേവറേറ്റ് പാട്ടുണ്ട്, മാഷ് ഒന്ന് പാടൂ. മറ്റേ ഗോകളെ ആ പാട്ടൊന്ന് പാടൂ. ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ഗോക്കളെ ഏത് മാച്ച് കളിച്ചേ? ഗോക്കളെ മാറ്റി കളിച്ചതല്ല, ഗോക്കളെ മേച്ചും. അതായിരുന്നാ, ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. അല്ല മാഷേ, മാഷിന്റെ ഉള്ളിൽ ഒരു പാട്ടുകാരുണ്ടെന്ന് മാഷ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഞാൻ പറഞ്ഞുതരാം. കുട്ടി ഇങ്ങ് വരൂ. താണ്ടാ പോകുന്നു. അതായത് പണ്ട് ഞാൻ കുഞ്ഞിലെ ഞാൻ ഒരു സംസാരപ്രിയനായിരുന്നു. ഒരു ദിവസം വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു താളം അടിച്ച മതിയടാന്ന്. അന്നേരം വീണ്ടും ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞു നിർത്തിയില്ലടാ നിന്റെ താളവടിന്ന്. അന്നേരം എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ ഒരു താളം ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ താളത്തിനനുസരിച്ച് പാടാൻ തുടങ്ങി. പാടിപ്പാടി വന്നപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ വീട്ടിൽ നിന്ന് പാടാതെ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് പാടൂ. അങ്ങനെ ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങി ചെന്ന് പാടാൻ തുടങ്ങി. സമൂഹത്തിൽ ഇറങ്ങിയപ്പോൾ എന്റെ പാട്ട് കേട്ട് നാട്ടുകാർ പറഞ്ഞു യവന്റെ തലയ്ക്ക് ഓളവാന്ന്. അല്ല, യവന് നല്ല താളവാന്ന്. അല്ല, കുട്ടിക്കണ്ടോ ഇതുപോലെ തലയ്ക്കോളം? അല്ല, നല്ല താളം. പാട്ട് പാടുന്ന ആൾക്കാരെ 3 തരമായിട്ട് നമുക്ക് തിരിക്കാം. എ ബി സി. എ എന്ന് വെച്ചാൽ എല്ലാതരം പാട്ടും പാടുന്നവർ. ബി എന്ന് വെച്ചാൽ ബാത്റൂമിൽ മാത്രം പാടുന്നവർ. സി എന്ന് വെച്ചാൽ ചിലപ്പോ മാത്രം പാടുന്നവർ. ഞാൻ NP ആണ്. എന്ന് വെച്ചാ നിർബന്ധിച്ചാ മാത്രം പാടും. മാഷേ, ഈ സ്വരം തെളിയാൻ എന്ത് ചെയ്യണം? വെള്ളം കുടിക്കുമ്പോ അതിന്റെ അകത്ത് ക്ലോറിൻ കറക്കാൻ കൂടി. അയ്യോ മാഷേ, അതല്ലെന്ന്. കണ്ടം തെളിഞ്ഞെന്നറിയാം നമ്മൾ എന്താ ചെയ്യണോന്ന്. ഇപ്പൊ എന്തായാലും കണ്ടം തെളിഞ്ഞു കാണത്തില്ല, കാരണം നല്ല മഴയാണ്, മൊത്തം ചെളിയായിരിക്കും. എന്റെ പൊന്നു മാഷേ, അതല്ല മാഷേ, ഈ തൊണ്ട തെളിഞ്ഞെന്നറിയാം നമ്മൾ എന്താ ചെയ്യണം. വാ വിളിച്ചിട്ട് വാക്കകത്ത് ടോർച്ചടിച്ചങ്ങ് നോക്ക്. മാഷേ, ഈ കല്യാണ കച്ചേരി എന്ന് വെച്ചാ പണ്ട് ഞാൻ തമ്പാനൂർ ഒരു കച്ചേരി നടത്തി. തഞ്ചാവൂരല്ലേ സാധാരണ എല്ലാരും കച്ചേരി നടത്താറ്? തഞ്ചാവൂരായിരുന്നു ഞാൻ കച്ചേരി നടത്താൻ പോണ്ടത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോ എന്റെ ഒരു ആരാധകൻ എന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടു. അല്ല, ടിക്കറ്റ് ഇല്ലാത്തോട്ട് ടീച്ചർ ഇറക്കിയതല്ല. എന്നെ കുറിച്ച് നല്ലോണം അന്വേഷിച്ച് കാണുമല്ലേ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ലെങ്കിൽ ഇത് പറയത്തില്ല. ഞാൻ അങ്ങനെ തമ്പാനൂർ കച്ചേരി നടത്തിയിട്ടാണ് വീട്ടിൽ പോയത്. അങ്ങനെ എന്തൊക്കെയായാലും മാഷേന്റെ പിള്ളേ അങ്ങോട്ട് പഠിപ്പിക്കും. മാഷ ഒരു പാട്ടൊക്കെ പാടങ്ങോട്ട്. കുട്ടി ഇവിടെ വന്നിരിക്കൂ. ഇരി മക്കളെ, ഇരി. കുട്ടി ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ? പാട്ട് പാടും. മറ്റേ മാതം പുലരുമ്പോൾ. മാതം പുലരുമ്പോൾ മോരോട്ട് സ്വർഗഭൂമി കീടാങ്ങൾക്ക് നീരാട്ട് പാതാളങ്ങും കാവൽ നിൽക്കുമ്പോൾ തന്നെ പൂജ കാണാങ്ങൾക്കും ചോറൂട്ട് ചെമ്പഴുക്ക തൊട്ടടുത്ത് അമ്പലം പൂട്ടുന്നതാര് ചെമ്പരത്തി കമ്പുകൊണ്ട് അമ്പുകുലക്കളാര് ഒരു കമ്പ് കിട്ടിയാ തന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഏത് പാട്ടടോ? അല്ല, ഈ ചെമ്പഴുക്കയാണ് വിഷയം വന്നത്. 2 പാട്ടിൽ ചെമ്പഴുക്കയുണ്ട്. ആദ്യത്തേത് പഴുക്കാത്തതും രണ്ടാമത് പഴുത്തളിഞ്ഞതാണ് നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ നമുക്ക് വേറെ പാട്ട് പഠിക്കാം. രാഗമാണ് ഇതിന്റെ വിഷയം, മനസ്സിലായോ? അപ്പൊ നമുക്ക് വേറെ പാട്ട് പഠിക്കാം. മഞ്ഞും മണിത്തെങ്ങലും കുഞ്ഞമ്മ കൈമാറിയോ.
രാഗം തെറ്റാതെ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഇത് തന്നെയാണല്ലോ എല്ലാരും എന്റെ അടുത്ത് പറയുന്നത്. ദൈവമേ പെട്ടല്ലോ. അല്ല, പെട്ടെന്ന് ഞാനൊരു പാട്ട് പാടി തരാന്ന്. അപ്പൊ ഞാൻ ഏത് പാട്ട് പാടും? സുരരാഗംഗെ പാടട്ടെ. ആ പാടിക്കോ പാടിക്കോ. സുരരാഗംഗെ പ്രയാസമേ പ്രവാഹമല്ലേ. ഈ പാട്ട് പാടാ എനിക്ക് ഇത്തിരി പ്രയാസമുണ്ട്. തൊണ്ടയിൽ ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് പാട്ട് നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ഇട്ടുണ്ട്. കേൾക്കണോ? കേൾക്കണോ? സുരരാഗംഗെ പ്രവാസമേ. ഗൾഫിലൊന്നും പരിപാടി കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല. ഇതുകൊണ്ടാണ് കിട്ടാത്തത്. അയ്യോ, കഷ്ടം തന്നെ. പഠിപ്പിക്കും മാഷെ, കർണാട്ടിക് പഠിപ്പിക്കും. കർണാട്ടിക് ഞാൻ പഠിപ്പിക്കാൻ. എന്റെ തൊണ്ടക്ക് ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട്. കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റത്തില്ല. വേണേ ഞാൻ ഫോണിലിട്ട് തരാം. ഫോണിട്ട് തന്നെ മതി. പഠിക്കണേ. കർണാട്ടിക് ഇല്ലേ? കർണാട്ടിക് എന്നല്ലേ ഞാൻ പറഞ്ഞേ? പെണ്ണെന്ന് കർണാട്ടിക് അല്ലേ? കുറെ നേരം കൊണ്ട് ഫോൺ ഓഫായി. പക്ഷേ ഒന്ന് ഓണാക്ക്. ഓണമാക്കാൻ ഞാനെന്തോ മാവേലിയോ? അയ്യോ മാഷേ, ഈ പാട്ട് എങ്ങനെയാണ് വൈറലാവുന്നത്? പാട്ട് വൈറലാവണല്ലേ? ഒരു പേപ്പറിന്റെ അകത്ത് പാട്ട് എഴുതുക, ചുരുട്ടിക്കൊണ്ട് വായിക്കാത്തിട്ടാ മതി. പെട്ടെന്ന് വൈറലായിക്കോളും. അതൊന്നും അല്ല മാഷേ, ഈ പാട്ട് യൂട്യൂബിൽ യൂട്യൂബിൽ വൈറലാവണമെങ്കിൽ യൂട്യൂബ് ചാനൽ വേണം. എനിക്കുണ്ടല്ലോ യൂട്യൂബ് ചാനൽ. ഞാനൊരു വീഡിയോ ഇട്ടു, അതിന് 10K വ്യൂവേഴ്സ്. 10,000 പേരോ? 10 കുട്ടികൾ, 10 kids. പിന്നെ അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ ഞാൻ വേറൊരു വീഡിയോ പാട്ട് കിട്ടു, അതിന് 1M ഉണ്ടായിരുന്നു. 1 മില്യനാ? ഏതാ ഒരു മണ്ട മാത്രം കണ്ട്. അപ്പൊ 5 മിനിറ്റുള്ള വീഡിയോക്ക് 15 മിനിറ്റുള്ള കമന്റ് അവൻ വാരി ഇട്ടേക്കുന്നേ. മാഷേ, എനിക്ക് അങ്ങനത്തെ പാട്ടൊന്നും പഠിക്കണ്ട. എന്റെ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം പോലെ എനിക്ക് വൈറലായാൽ മതി. അതെ, ഈ അതും ഇതും കാണിച്ച് പെട്ടെന്നൊന്നും വൈറലാകാൻ പറ്റത്തില്ല. വൈറലാവണമെങ്കിൽ എന്തു ചെയ്യണം? അതറിയാമെങ്കിൽ ഞാൻ ഈ ബാഗ് തൂക്കി ഓരോ വീടുകാർ നടക്കൂ. ഞാനൊക്കെ എന്നെ വൈറലായേനെ. അല്ല പിന്നെ. അനന്യ, ദേവി, എന്തോ എന്നാ കളിയാ കളിച്ചേ? ഇടിവെട്ടായിരുന്നു, ഇടിവെട്ട്. താങ്ക് യു. ഞാൻ ആദ്യം വന്നപ്പോൾ നമ്മളെ നിങ്ങളുടെ സ്കിറ്റ് കണ്ടപ്പോഴേ ചില കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ദേവി അത് മനസ്സിലാക്കി നല്ല പക്വതയിൽ നല്ല മനോഹരമായിട്ട് സ്കിറ്റ് കളിച്ചു. അതെനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അനന്യയുടെ പാട്ട് നല്ല രസമായിട്ട് അനന്യ ഇടയ്ക്കിടയ്ക്ക് മറ്റേ വൈറൽ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു ഏരിയയൊക്കെ വന്നപ്പോഴത്തേക്കിനും പൂണ്ട് വിളയാടുമെന്ന് പറയില്ലേ, അതുപോലെ ഭംഗിയായിട്ട് അത് ചെയ്തു. പിന്നെ നമ്മുടെ ആസ്ഥാന സംഗീതജ്ഞൻ സൈന്ധവ് ഇങ്ങോട്ട് വന്നിട്ട് നല്ല രസമായിട്ട് വസന്തനെ അവതരിപ്പിച്ചു. കുറേ പാട്ടുകളും കുറേ തമാശകളും. നിങ്ങളുടെ ഈ ഒരു ടീം കോമ്പിനേഷൻ ഉണ്ടല്ലോ, വളരെ വളരെ മികച്ചതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഓരോ സ്കിറ്റും കടന്നു പോകുമ്പം അതിനനുസരിച്ച് നിങ്ങളും വളർന്നുകൊണ്ടിരിക്കുക. ഇതാരെ പഠിപ്പിച്ചെന്നേ സ്കിറ്റ്? തനുപങ്ങൾ അല്ലേ? നന്നായിരുന്നു കേട്ടോ. ഇനി ബാക്കി പ്രസാദം പറയും. പ്രസാദാ, ആ ABC പറഞ്ഞതിന്റെ ഒരു ഫുൾ ഫോം എന്താണ്? എ എന്ന് പറഞ്ഞാൽ എല്ലാ തരം പാട്ടും പാടുന്നവർ. പിന്നെ ഈ ബാത്റൂമിൽ മാത്രം പാടുന്നവർ. സി ചിലപ്പോ മാത്രം പാടുന്നവർ. പിന്നെ NP നിർബന്ധിച്ചാ മാത്രം പാടും. അതൊക്കെ ആരാ കണ്ടുപിടിച്ചത്? ഇത് അത് വളരെ രസമായിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ ഈ പറഞ്ഞ പോലെ ഈ സംഗീതം അറിയാത്ത ഒരാൾ സംഗീതം പഠിപ്പിക്കുന്നു, നൃത്തം അറിയാത്ത ആൾ നൃത്തം പഠിപ്പിക്കുന്നു, അങ്ങനെയുള്ള സ്കിറ്റുകൾ പലതും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ കണ്ട സ്കിറ്റുകളിലുള്ള ഒരു കൗണ്ടറും ഇതിൽ വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കൗണ്ടറുകളെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കൗണ്ടറുകളാണ്. എന്നാൽ തീം നമുക്ക് ഇത്തരത്തിലുള്ള തീമുകൾ നമ്മൾ അറിയാത്ത ആളുകൾ പൊട്ടംകളി കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചേർന്ന് അവതരിപ്പിച്ചു. നല്ലൊരു അമ്മായിയമ്മ. ഇനി അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയാനില്ല. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തട്ടിക്കോ. ഈ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നില്ല, അതെന്താ സൈന്ധവ അതിന്റെ അർത്ഥം? പിള്ള മനസ്സിൽ കള്ളമില്ല. പിള്ളേര് കള്ളം പറയത്തില്ലല്ലേ? നീ പറയാറില്ലേ? ഞാൻ പറയാറുണ്ടല്ലേ. എന്നാ പറയട്ടെ, നിങ്ങളുടെ മനസ്സിൽ വേറെ ഒരു ചിന്തകളും ഇല്ല. നമ്മുടെ ചേട്ടന്മാരുടെ മനസ്സിൽ പല ചിന്തകളും ഉള്ളതുകൊണ്ട് ഇടക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ഒരു ചിന്തയില്ലേ, സ്കിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഹൈ വോൾട്ടേജ് എന്ന് പറയുന്നില്ലല്ലോ. അതായത് ഏറ്റവും ഇവിടെ പ്രകാശിച്ചിരിക്കുന്ന 3 ബൾബുകളാണ് നിങ്ങൾ ഈ ഫ്ലോറിൽ. അത്രയും, അതായത് ഒരു ലോ ആയിട്ട് നമ്മൾ ഒരു ഡിമ്മായിട്ട് പോകുന്നതോ കെട്ടുപോകുന്നതോ ഒന്നും കാണുന്നില്ല. വന്ന് കയറി അങ്ങ് തകർക്കാണ് കേട്ടാ. നല്ല അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്.
അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മാർക്കിലേക്ക് കിടക്കാം അല്ലേ? അപ്പൊ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത്, അപ്പൊ മൂത്ത മനസ്സിൽ കള്ളം ഉണ്ടെന്ന് നോക്കട്ടെ. പ്രസാദം പറയാതി. ഞാനൊരു 25 തുടങ്ങുന്നു. 25. അപ്പൊ ഞാനും ഒരു 25. ആയല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിന്റെ ഇടയ്ക്ക്. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്? അപ്പൊ ഈ കിട്ടുന്ന കാശ് എങ്ങനെ എവിടെ കൊണ്ട് ഒളിച്ചു നോക്കും വീട്ടിൽ? അങ്ങനെയല്ല, നിങ്ങൾ സേവിങ്സ് തുടങ്ങി. വെറുതെ വഴക്കുണ്ടാക്കല്ല, കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി ഞാൻ എന്റെ അക്കൗണ്ട് ഇടുന്നുണ്ട്. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങളത് സൂക്ഷിച്ചു നോക്കണം. അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്നത് നിങ്ങളുടെ ഇതിൽ സേവിങ്സ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി പക്കുറിച്ചേട്ടൻ എന്താ തരാന്ന് നോക്കാം. അതും കൂടി തന്നെ 50 അതെ, ധാരാളം ആയി പോരെ. അങ്ങനെയാണ് നിർബന്ധിക്കുക, അങ്ങനെയാണ് തരും നിർബന്ധിക്കുക. പാടും എന്ന് പറയും. കുട്ടികൾ നിർബന്ധിച്ചത് കൊണ്ട് എന്റെ വക കറക്കി പിള്ളേര് പഞ്ചടിച്ചേ. പിള്ളേര് പഞ്ചടിച്ചു. എന്താണ് പറയാനുള്ളത്? ഗംഭീരമായിട്ടുണ്ട്, ഗംഭീരം കേട്ടാ. മനസ്സിനകത്ത് നമുക്കൊരു സന്തോഷം, ഭയങ്കരമായ സന്തോഷം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷമാണ് നിങ്ങൾക്ക് ഇത് അടിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ. ഓക്കെ, കൺഗ്രാറ്റ്സ് കേട്ടാ. എന്താ പറയാനുള്ള എടാ കണ്ണീന്ന് എന്താ നീ കരയുന്നേ? നീ കരയുന്നുണ്ട് ആദ്യമായിട്ട്. എന്താ പറയാനുള്ളത് എനിക്ക്? ദേവി പറ, എന്താ പറയാനുള്ളത്? അത് കൊറേ ഷെഡ്യൂളായി പഞ്ചടിച്ചിട്ട് അപ്പം അതിന്റെ ചെറിയൊരു സന്തോഷം. അപ്പം ഗ്രൂമേഴ്സ് സനുവേട്ടനും രാജേഷങ്ങളിലും ശശാങ്കങ്ങളും ഗ്രൂമേഴ്സ് എല്ലാവർക്കും നന്ദിയുണ്ട്. അവര് കൗണ്ടറൊക്കെ കയറ്റി സ്കിറ്റൊക്കെ നല്ല രീതിക്ക് ആക്കി തന്നു. പിന്നെ ജഡ്ജസിന് നന്ദിയുണ്ട്. ഞങ്ങള് പറഞ്ഞില്ലായിരുന്നത് തിരിച്ചു പിടിക്കാതിരിക്കായിരുന്നു. അല്ല ജഡ്ജസിന്റെ മാർക്കൊക്കെ തരുന്നത് ഇങ്ങോട്ട് ഇട്ട സാധനം മാർക്ക് മാത്രമല്ല ഞങ്ങൾക്ക് കമ്മീഷനും തന്നെ ഇനി. ജഡ്ജസിന് പിന്നെ അർജുനങ്ങളിൽ മെയിൻ ആയിട്ട് നന്ദിയുണ്ട്. നമുക്ക് സിൽവർ ഒക്കെ തന്നതിന് ഓഡിയൻസ് നന്നായിട്ട് ക്ലാപ്പ് ചെയ്തതിന് അവർക്ക് നന്ദിയുണ്ട്. അല്ല ഞങ്ങൾ തന്ന എന്താണെന്നറിയോ, നിങ്ങളുടെ ഒരു ശ്രമം ഉണ്ടല്ലോ നിരന്തരം. ഇപ്പൊ തന്നെ മോള് പറഞ്ഞില്ലേ ഒരുപാട് ശ്രമിക്കുന്നു പക്ഷെ ഇതുവരെ കിട്ടിയില്ല അങ്ങനെ. പക്ഷെ ഇത്തവണത്തെ സ്കിറ്റിൽ നമ്മൾ അടിച്ചില്ലേ, അങ്ങനെയാണ്. പരിശ്രമിക്കുക, മാക്സിമം പരിശ്രമിക്കുക, ഒരു നാൾ നമ്മൾ ജയിക്കും. അതിന്റെ ഉത്തമ തെളിവാണിത്. പ്രത്യേകിച്ച് കുട്ടികൾ ഹാപ്പി ആയില്ലേ? അനന്യമോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അനന്യമോള കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചേ. കൂളിംഗ് ഗ്ലാസ് വെച്ചോ? ഗമയാണ്. 75 അടിച്ചു നിൽക്കുക. ഇനി ഇങ്ങനെയൊക്കെ നടന്നാൽ മതി. ഇനി പറഞ്ഞേ എന്താണ് തോന്നുന്നത്? കൊറേ നാളായി സിൽവർ അടിച്ചിട്ട്, അപ്പൊ സിൽവർ അടിച്ചപ്പോ ഒത്തിരി സന്തോഷം. പിന്നെ സനുബേട്ടൻ കണ്ടൂടാ, ഗ്രൂമേഴ്സ് എല്ലാവർക്കും നന്ദി. പിന്നെ അർജുനങ്ങളിന് ഒത്തിരി നന്ദി. അപ്പൊ നമ്മുടെ കുട്ടിക്കൂട്ടം സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. എന്നാണ് ഗോൾഡൻ പഞ്ച് അടിക്കുന്നത്? അടിക്കും, ശ്രമിക്കും. വാശി ഇതുപോലെ തന്നെ ശ്രമിച്ചാൽ മതി. 3 പേർക്ക് അഭിനന്ദനങ്ങൾ കേട്ടോ. ഓക്കെ. ഇനി പ്രസാദാ, ഇനി വരുന്നത് നമ്മുടെ പത്തനംതിട്ട ടീം പോലെ തന്നെ ഒരു കോഴിക്കോടൻ ടീമാണ്. ആരൊക്കെയാന്ന് പറയൂ. അതിലുണ്ട് അക്ഷയുണ്ട്, ഗ്രീഷ്മ. 3 പേർക്കും സ്വാഗതം. ഹലോ എന്റെ വനജേ, കാത്ത് നിന്റെ മോന്റെ കല്യാണം അങ്ങോട്ട് കഴിഞ്ഞടി. പക്ഷെ ഞാനൊരു അബദ്ധം കാണിച്ച്. തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു ആചാരല്ലേ വന്നു കയറിയ പെണ്ണിന്റെ ചെക്കനെ തല കൂട്ടിമുട്ടിക്കുന്നേ. ഓ, എന്റെ മോന്റെ കല്യാണം ആദ്യം നടക്കല്ലേ, ആ ഒരു ആവേശത്തിൽ ഞാൻ ഇച്ചിരി അധികം കനത്തിലായിട്ട് കൂട്ടിമുട്ടിക്കടി. ഇപ്പൊ ഒരു ആശുപത്രിയിലാണുള്ളത്. എടി ഞാൻ വിളിക്കട്ടോ, എന്റെ മോൻ വരുന്നുണ്ട് ആശുപത്രിന്ന്. ആ ശരി. മോനെ തൃപ്തിയായോ തള്ളേ നിങ്ങക്ക്? എന്നോട് ചൂടായിട്ട് ഒരു കാര്യമില്ല, ഇതൊക്കെ ഓരോ ചടങ്ങാ. നിങ്ങൾ ഈ കാണിച്ച ചടങ്ങിന് കുറച്ചുകൂടെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചടങ്ങ് കൂടെ അവിടെ നടന്നേനെ. എന്താ? എന്റെ അവിടെ മരണാന്തര ചടങ്ങ്. എടാ ഇതൊക്കെ ഒരു ആചാരാണ് കുട്ടാ. എന്ത് ആചാരം? നിലവിളക്കം പിടിച്ച് കേറി വരുന്ന പെണ്ണിന്റെ ചെക്കന്റെ തല ചിഞ്ചിനെ പോലെ കൂട്ടിമുട്ടിക്കുന്നതാണോ നിങ്ങളുടെ ആചാരം? ഇത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും അവളും കൂടെ ഓരോ ഹെൽമെറ്റ് ഇട്ടോട്ട് ഇങ്ങോട്ട് വന്നേനെ. ഹെൽമെറ്റ് ഇട്ട് വരാൻ ഞാനിവിടെ ചെക്കിങ് നടത്തുന്നുണ്ടോ? അല്ല, നിങ്ങളിവിടെ പെറ്റി അടിക്കുന്നുണ്ട്. പെറ്റി. എടാ നീ ഇവിടുന്ന് പോകുമ്പോ നിന്റെ തലയ്ക്ക്
തന്നെയല്ലോ പറ്റിയത്. നിന്റെ ചുണ്ടിന് എന്താ പറ്റിയത്? ഒന്നും പറയണ്ടമ്മേ, ഞാൻ ആശുപത്രിയിൽ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിച്ചു. പഞ്ചായത്ത് കിണറിന്റെ തൊട്ടിയെടുത്ത് താഴേക്ക് ഇട്ടതും തൊട്ടി കയറുന്നില്ല, എന്നെയും പിടിച്ച് താഴേക്ക് പോയി. ഓ, അപ്പൊ കുത്തിയിട്ട് ചുണ്ട് മുറഞ്ഞേക്കില്ലേ? അല്ലമ്മേ, ചെന്ന് കയറിയതും ദേണ്ടടാ കെണ്ടി കിടക്കുന്ന ജയിലിൽ ചാടിയ ചാവിത്ത ചാപ്പി അവരെന്നെ പിടിച്ച് കടിച്ചമ്മേ. അവരാണെന്നോ പെട്ടെന്നോ ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ വന്ന് കയറിയ പെണ്ണിന്റെ നാളിന്റെ ദോഷാണ്. അതിനിപ്പോ നാളിനെ പറഞ്ഞാ മതിയല്ലോ. എന്താ ഉള്ള നാള്? അശ്വതി. ഭാഗ്യം, മൂലം നാള് പറയാത്തൊരു കോമഡി സ്കിറ്റ് ഞാൻ കേട്ടു. എന്റെ കല. എടാ, നിനക്ക് സങ്കടപ്പെടണമെങ്കിലോ കരയണമെങ്കിലോ ഒക്കെ വീടിന്റെ അകത്ത് പോയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങല്ലേ. അതെന്താ? ഈ നാട്ടുകാർ എന്നോട് ചോദിച്ചു തുടങ്ങി, നിങ്ങൾ എന്താ ബാലേന്ദ്രമേനോൻ ഇവിടെ വീട്ടിൽ വളർത്തുന്നുണ്ടോ? എനിക്ക് എന്തോരം സങ്കടം ഉണ്ടെന്നറിയോ? ഫസ്റ്റ് കിസ് എനിക്ക് എന്റെ കലക്കി കൊടുക്കണോന്നായിരുന്നു, അറിയോ? എവിടെ നിന്റെ കല? അവളും വീട്ടുകാരും കൂടെ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണ്. എത്ര പേര് വരുന്നുണ്ട് മോനെ? ഞാനിവിടെ ചായം കടിയൊന്നും ഉണ്ടാക്കിയില്ല. അവര് നിങ്ങളെ കയറി കടിക്കാനാ വരുന്നേ. എന്നെന്തിനാ കയറി കടിക്കുന്നേ? പിന്നെ ആ കൊച്ചിനെ തലയടിച്ച് പൊട്ടിച്ച നിങ്ങളെ പിന്നെ പൂവിട്ട് പൂജിക്കോ? എന്റെ ദൈവമേ, ഇപ്പൊ അവിടെ വീട്ടുകാരെന്നോട് പറയാ എന്നെ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന്. എന്താ? 10 വർഷം പ്രേമിച്ച് കിട്ടിയ പെണ്ണ. അത് നീ അല്ലല്ലോ പ്രേമിച്ച, ഓള് വേറെ ആരുമല്ലേ പ്രേമിച്ചേ? ആരെ പ്രേമിച്ചാലെന്താ? അവൾ അത്ര ആത്മാർത്ഥമായിട്ട് അവനെ പ്രേമിച്ച എന്നെ പൊന്നു പോലെ അവള് നോക്കിയതിനെ അറിയോ? മണ്ടൻ. ഇപ്പൊ അവൾ എന്നോട് പറയാ എന്നെ വേണ്ടാന്ന്. അമ്മയ്ക്കറിയോ, 60 പെണ്ണ് കണ്ട് എനിക്ക് കിട്ടിയ മുതലാ അത്. മുതലയോ? പെണ്ടാത്. എങ്ങാനും അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞതാ. ഈ വിഷം കുടിച്ച് ഞാൻ ചാവും അമ്മേ. എവിടെ മോനെ? തേനേതാ വിഷം ഏതാന്ന് അറിയാതെ നീയൊക്കെ പെണ്ണാക്കിട്ട് എന്തിനാടാ? അത് തേന. എന്നാ വിഷം കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് പഞ്ചാമൃതം ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ പോയാൽ നാളെ നിങ്ങൾക്ക് സിന്ദൂരം തൊടാം. സച്ചേട്ടാ, അത് തേനല്ല. ഓ, ഇനി പുല്ലെടുത്ത് കുടിക്കോ? ഒരു വിധവാ പെൻഷൻ കിട്ടിയ എനിക്ക് എന്താ പുളിക്കോ? അത് ശരി, നിന്റെ കല്യാണം കഴിഞ്ഞ് പെണ്ണ് ആശുപത്രിയിലായിട്ട് നിനക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോണോ? നിങ്ങൾക്ക് വയ്യേ തള്ളേ, നിങ്ങൾ എന്ത് പിച്ചം പെയ്യായി പറയുന്നേ? പിന്നെ നിന്നെ കളിക്കാൻ വിളിക്കുക ഏതൊരു ഹർഭജൻ സിംഗ് വരുന്നുണ്ടല്ലോ. ഹർഭജൻ സിംഗോ? എന്റെ കലേ കണ്ടോ, വന്ന് കേറിയപ്പോ തന്നെ എന്റെ മുഖത്തൊക്കെ ഔട്ട് കാണിക്കുന്നത് കണ്ടോ? എന്റെ കലേ, ഒരു കലം വെക്കാൻ പാകത്തിന് എന്റെ തലയാക്കി തന്നപ്പോ സമാധാനമായല്ലോ. നീ ഇങ്ങനെ ഉള്ളി കൊള്ളുന്ന വാക്കൊന്നും പറയല്ലേ. നീ എവിടെയാണ് ഉള്ളി പൊള്ളിക്കാൻ പോയത്? ഈ തള്ളേനെ കൊണ്ട് ഉള്ളി പൊള്ളുന്ന കാര്യമാണോ പറഞ്ഞത്? ഉള്ളി കൊള്ളുന്ന കാര്യ. എങ്ങനെങ്കിലും ഒന്ന് കരക്കടിപ്പിക്കാൻ നോക്കുമ്പോ തള്ള സമ്മതിക്കൂല. അത് അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കയറും, അമ്മ റിലീസ് ചെയ്യുന്നതാ. പാവ അച്ഛൻ കുക്കറാന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് പോയി ഗ്യാസ് ഓഫ് ആക്കും. എന്റെ പൊന്നു മോളെ, ഞാൻ ഇതൊന്നും വേണോന്ന് വെച്ച് ചെയ്തതല്ല. നിങ്ങളെ രണ്ടാളി ബന്ധം ഒന്ന് ഉറക്കട്ടെ എന്ന് വെച്ച് ചെയ്തതാ. കുറച്ച് സിമന്റും മണലും ഇട്ടിട്ട് മിക്സ് ആക്കി, എന്നാ പിന്നെ എനിക്കിത് വാടകയ്ക്ക് കൊടുക്കാലോ ഓർപ്പിച്ചിട്ട്. ആ പെണ്ണ് മുറ്റ തന്നെ. എന്റെ പൊന്നുകളെ, എനിക്ക് നിന്നോട് സ്നേഹമല്ല എന്ന് മാത്രം നീ പറയരുത്. സ്നേഹമുള്ളോണ്ടല്ലേ എന്റെ കുടുംബക്കാരെയും കൂട്ടി നിന്നെ കാണാൻ ഞാൻ വാടി വന്നേ. എന്നിട്ട് നിങ്ങള് മൂത്തമ്മായി എന്നെ നോക്കിയിട്ട് എന്താ പറഞ്ഞത്? പുതുമഴയത്ത് മുളച്ചു നിൽക്കണ കൂടെന്ന്. ഭാഗ്യം ബെറ്റിമാമിയോളം നോക്കിയിട്ട് പോപ്കോൺ എന്ന് പറഞ്ഞ ഇവള് കേട്ടില്ല. അതെ, ഞാൻ ആശുപത്രിയിൽ തല വേദനിച്ചിട്ട് ചെന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? എന്റെ തലയിൽ ഒന്നുമില്ല. മിടുക്കൻ ഡോക്ടറാ, എന്നെക്കാളും മുന്നേ അത് മനസ്സിലാക്കിയമ്മേ. ഇവിടെ നടത്തിയ രാജാരാണ് നിന്റെ തലയിൽ നിൽക്കുന്നെങ്കിൽ നിന്റെ വീട്ടിൽ നടത്തിയില്ലായിരുന്ന രാജാരോ? എന്താചാരം? നിന്റെ വീട്ടില് നമ്മള് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നേരോ പെണ്ണിന്റെ ചെക്കന്റെ ബാക്കിൽ നിന്ന് അരി എറിയുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നില്ലേ? കാരണന്മാര് ചേർന്ന് ഒരു 4 മണി അരി ചേർന്നെറിയോ, അത്രേ ഉള്ളൂ. അമ്മേ, എറിഞ്ഞോട്ടെ, 4, 5, 10 മണി അരി എറിഞ്ഞോട്ടെ. ഇവിടെ മൂത്ത മാമ ഒരു ചാക്ക് ബസുമതി അരിയെ എന്റെ പെടലി നോക്കി എറിഞ്ഞത്. ഞാനെന്താടി ലോഡിംഗ് തൊഴിലാളിയോ? അതെ, നിങ്ങൾ വല്ലാണ്ട് സംസാരിക്കണ്ട. എന്റെ കുടുംബക്കാർ കേറി വന്നപ്പോ നിങ്ങൾ പനിനീരിന് പകരം എന്താ തളിച്ചത്? സാനിറ്റൈസർ. കീടാണുക്കളൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് വരുമ്പോ ഞങ്ങൾ അതൊക്കെ അടിക്കാറ്. പോട്ടെ, നിങ്ങളെ കുടുംബത്തിൽ എല്ലാരും ഞാൻ കുറ്റം പറയുന്നില്ല. നിങ്ങൾ ആ വല്യമ്മക്ക് എന്നോട് എന്തോ ഒരു സ്നേഹ. ഏത് വല്യമ്മ? ഞാൻ മണ്ഡപത്തേക്ക് കാലെടുത്ത് കുത്തിച്ചപ്പോഴേ വല്യമ്മ മാത്രമേ കൊരവിട്ടിട്ടുള്ളൂ. അത് കൊരവിട്ടതല്ല, പിന്നെ നിന്റെ ഹൈ ഹീൽസ് ചെരുപ്പ് വെച്ച് ചവിട്ടിയതേ പുള്ളിക്കാരന് കുഴിനകളുള്ള കാലില്ല. പാവ അലമുറയിട്ട് കരയായിരുന്നു. അറിയോ മോളെ, നീ അതൊക്കെ ഒന്ന് മറക്ക്. ഈ വീടിന്റെ വിളക്കല്ലേ ഈ തിരി ഇവിടെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയും കൂടി വെച്ചിട്ടുണ്ട് കത്തിക്ക്. അപ്പൊ എന്നെ എവിടെ ഒഴിക്കണം മോളെ? വായക്കൂടെ ഒഴിക്കണം, മുഖം കൂടെ ഒഴിക്കണോ? അമ്മയ്ക്ക് അറ്റാക്കും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ? ഇല്ല മോളെ. ഏട്ടനോ? ഒരു കുഴപ്പമില്ല. അസംബ്ലി പിരിച്ചു വിട്ടടാ. ഇത്രയും വയസ്സും പൊക്കണോ ആയില്ലേ, തൊള്ളയും പൂട്ടി അവിടെ ഇരുന്നാ പോരെ. അതെ, നിങ്ങൾ പേപ്പർ വായിച്ചിരുന്നോ? എനിക്ക് ഡിവോഴ്സ് വേണം. എടുത്ത് കൊടുത്തേക്കടാ. എന്തോന്ന്? ഓക്ക് എന്തോ സോസ് വേണമെന്ന് പറഞ്ഞു. അച്ഛാ, അത് തേൻ
പിന്നെ കുറച്ച് പഞ്ചാമൃതം ഉണ്ടാക്കി ഇതിന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്ക്. തീരട്ടെ അങ്ങോട്ട്. നിങ്ങളൊന്നും പറയണ്ട, എനിക്കിവിടെ ഡിവോഴ്സ് മാത്രം പോരാ. ദേ ആ കൈ കിടക്കുന്ന വള 6 പവന, അതുകൂടി തന്നേക്ക്, ഞാൻ പോയിക്കോളാം. എടി എനിക്കറിയാം നീ വളയിലേക്ക് വരികയെന്ന്. അല്ലെങ്കിൽ താമരക്കുളം സർലന്റെ വീട്ടിലേക്ക് കയറാനുള്ള യാതൊരു യോഗ്യത നിനക്കില്ലടി. താമരക്കുളത്തിലാണെങ്കിൽ ഇയാള് സരളയല്ല, തവളയായിരിക്കും. എടി 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 എന്റെ മോന് റേറ്റിംഗ് ഇല്ലാത്തോണ്ടൊന്നല്ല, അല്ല പെണ്ണ് കിട്ടാത്തോണ്ടൊന്നല്ല. നിങ്ങൾ രണ്ടാളും ഒരു സേവ് ദ ഡേറ്റ് ചെയ്തോണ്ടും പ്രൊഡക്റ്റിന്റെ മേളിൽ ടാഗ് ഒട്ടിച്ച നാട്ടുകാർ മൊത്തം കണ്ടോണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തെ സമ്മതിച്ചേ. മാത്രല്ല അമ്മേ, ഇവക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നെന്ന് ഇവള് പറഞ്ഞു തരുന്നില്ലേ? അതിലൊരു പ്രപ്പോസലും ഇവളെയും കൊണ്ട് KFC-യിൽ ചിക്കൻ കടിച്ചോണ്ടിരുന്നപ്പോ ഇവളെ തന്തപ്പിടി പൊക്കി. അങ്ങനെ എന്റെ തലയിൽ പെട്ടെന്ന് കെട്ടിവെച്ചത് അറിയോ? എനിക്ക് അറിയാടാ, അല്ലെങ്കിൽ വിവരമില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് അവളൊക്കെ വന്നേന്ന്. Sorry, what did you say? How dare you to talk like that? അല്ല, ഞാൻ- ആര് നിക്കണ നൂഡിൽസ് തലയാ? Do you have any brain? Do you have any kidney? Do you know what I am? ആഹാ ചാടി ചാ പോളി എന്നാ ശരി, പായസം കൂടെ ഒഴിച്ചുകൊണ്ട് ആര് നിക്കണ അവിടുന്ന്? ഗായ് ഹമേ ദൂത് ദേത്തി ഹെ, ബത്താവോടി ബത്താവോ. ഭർത്താവ് ഇപ്പൊ ഇല്ലാണ്ടാവും. കവി ഖുഷി കവി ഗം, ഏ ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ. പാവം അമ്മേന്റെ മോന്റെ പറതെത്തി. അമ്മയ്ക്ക് ഹിന്ദി അറിയോ? ഞങ്ങൾ അല്ല, അമ്മ പണ്ട് ബംഗാളിൽ കുക്കിംഗ് പഠിക്കാൻ പോയിനും. അതെ, എന്ത് കുന്തായാലും വേണ്ടില്ല, എനിക്ക് ആ വള വേണം. ആ വളയം കൊടുക്കമ്മേ. ഞാൻ കൊടുക്കൊന്നുമില്ല. ആ വളയം കൊടുക്കം. എടാ ഒന്ന് പോടായിരുന്നു. ആ വളയങ്ങ് കൊടുക്കാം. നീ ഇങ്ങനെ സത്യം കളിച്ചിട്ട് കാര്യമില്ല, ഞാൻ കൊടുക്കൂല. ഈ വള കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല. പോണ്ട. അമ്മ ചത്താലോ ഒക്കെ വള കൊടുക്കരുത്, അവള് ഇവിടുന്ന് പോകൂല. കലേ, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കണ്ട. ഇവിടെ ഇരുന്ന കൊതു അടിക്കും. നമുക്ക് റൂമിൽ പോയിട്ട് AC ഇട്ടിരിക്കാം. അയ്യടാ, ഞാൻ രാവിലെ വന്നിട്ട് വൈകുന്നേരം അങ്ങോട്ട് പോകും വീട്ടിക്ക്. ആ കൊടുത്തേക്കമ്മേ ആ വള, ഒരു കാര്യമില്ല. ആ കൊടുത്തേക്ക് അമ്മ വള. പിന്നെ ഈ പന്തലിന്റെ പൈസയും ചോറിന്റെ പൈസ നിന്റെ അച്ഛൻ വന്ന് കൊടുക്കോടാ. എന്ത് ചെയ്യൂന്നാ ഞാൻ ഇനി പാലിക്കുന്നത്. ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ സൗമ്യമായിട്ടൊന്ന് സംസാരിക്കും. ആ ഒരു പ്രാവശ്യം സൗമ്യമായിട്ട് സംസാരിച്ചാൽ അവളെന്റെ തല അല്ലി പൊളിച്ചത്. എടാ സ്നേഹമായിട്ടൊന്ന് സംസാരിക്കുന്നു. ഞാൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്ത. ഓ ഈ കാട്ടുകോഴിനെ കൊണ്ട് മാറക്കങ്ങോട്ട്. മോളെ, എന്താ ജീവിതം എന്നൊക്കെ പറയുന്നത് പഞ്ചസാര ഉപ്പും പോലെയാ. ചിലപ്പം കഴിക്കും, ചിലപ്പം മധുരിക്കും. ഇതൊക്കെ കൂടി ചേരുമ്പോഴല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഇതൊക്കെ കൂടി ചേരുമ്പളേ കുടുംബല്ല, അതിന്റെ പേരാണ് ORS. അടി എന്റെ പൊന്ന് കലെ, ഇതിപ്പോ പോട്ടെ, നീ ക്ഷമിക്ക്. ഒരു വളയല്ലേ. നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് അങ്ങ് കടക്കുമ്പോ നിനക്കൊരു വളയല്ല 100 വള ഞാൻ വാങ്ങി തരും. ചേറ്റ. നമുക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കാം. ഇതെല്ലാം മറക്കാം. നമുക്ക് അമ്മയുടെ അനുഗ്രഹം വാങ്ങാം. അമ്മേ, അനുവദിക്കണം. അനുഗ്രഹിക്കണം നല്ലടാ. ഞങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ ഒന്ന് അനുവദിച്ചാ മതി. എടാ നീ എന്നോട് ഇങ്ങനെ പറയണടാ. നിനക്കൊരു ഭാവിക്ക് വേണ്ടി ഞാൻ അമ്പലത്തിൽ നേർച്ച ചെയ്തിട്ടുണ്ട്, അറിയോ? എന്ത് നേർച്ച? തലയൊക്കെ മൊട്ടയടിച്ച് നാവുകൂടെ ശൂലം കുത്തി 101 ശൈനപ്രതിഷ്ഠ നടത്താൻ അമ്മ നേർച്ച നേർന്നേ. കണ്ടൊടി എന്റെ അമ്മേന്റെ സ്നേഹം. സ്വന്തം തല മൊട്ടയടിച്ച് നാക്കി ശൂലം കുത്തി 101 ശയനപ്രതിഷ്ഠ നമുക്ക് വേണ്ടി എന്റെ അമ്മ ചെയ്യും. ആര് ചെയ്യുന്നേ? ഇവള് ചെയ്യുന്നേ. കലേ, കലല്ല, എന്നെ കൊല്ലാനുണ്ടായ തള്ളയാണിത്. അല്ലേലും നല്ലതൊക്കെ ചെയ്യുമ്പോ ആൾക്കാർക്കൊക്കെ ഇങ്ങനൊക്കെ വരുള്ളൂ. അയ്യോ. അക്ഷയ്, സ്ത്രീവേഷം അസാധ്യമായിട്ട് ചേരണ്ട് കേട്ടോ. അത് ചേരുക എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൂടി ചേരുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓക്വേർഡായിട്ട് തോന്നുന്നേ ഇല്ല. അത് കഴിഞ്ഞ് ഇവൻ ഏറ്റവും നല്ല പെണ്ണാന്ന് പറഞ്ഞ എൻ്റെ പെണ്ണായിരുന്നു, കുഞ്ഞിക്കൂനല്ലേ. അക്ഷയ് സുമീൻ അനുകരിക്കോ? അങ്ങനെ ചെറുതായി. അത് ചേച്ചി ഒരു സ്കിറ്റിൽ സുമി ചേച്ചി ചെയ്തൊരു ഡാൻസ് ഉണ്ടായിരുന്നു. അത് അവൻ കറക്റ്റ് അതേപോലെ തന്നെ ചെയ്യും. ഒന്ന് അവതരിപ്പിക്കാം. അങ്ങനെ സുമീനെ നമുക്ക് ഇഷ്ടമുള്ള കഥാപാത്രമാണ്. നമുക്ക് കളിച്ചു കൊടുക്ക്. മ്യൂസിക് ഒന്ന് ഇടുവോ അതിന്റെ? ആ കൊച്ചിനെ പഠിപ്പിക്കുന്നതല്ലേ? കൊച്ചു കളിക്കുമ്പോ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ? എടാ നീ ശരിക്കും ഡാൻസ് ചെയ്യോ? ഇവൻ ഡാൻസർ, അതാണ് അത്രയും വൃത്തിയോട് വന്നിട്ടില്ല. നീ എങ്ങനെ കാണിച്ചിട്ടും അതിനൊരു അഴകുണ്ടായിരുന്നടാ. പിടികിട്ടിയോ നിനക്ക്? നീ ഇത് ഈ ടെലികാസ്റ്റ് വരുമ്പോ കാണണം കേട്ടോ. ഇതിനകത്തൊരു നീ ചെയ്യുന്നതിനകത്ത് അങ്ങനെ അറിയാവുന്നവര് അറിയത്തില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്ന പോലെ തോന്നി. അതുലിനെ കണ്ടിട്ടേ റോഷൻ മാത്യൂസിന്റെ പോലെ ഇരിക്കണം. ആരെങ്കിലും പറയാറുണ്ട് അങ്ങനെ? ഇല്ല ഇല്ല
അതെ ഗ്രീഷ്മ, ഇവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മൾ സമ്മതിക്കണം കേട്ടോ. കാരണം ഇവര് നിങ്ങൾ ഒരുമിച്ച് ടീമായിട്ട് ചെയ്യുന്നതാണോ സ്റ്റേജിൽ? ആണല്ലേ? സ്റ്റേജ് ഷോസിന് ചെയ്യാറുണ്ട്? ഇവിടെ വരുമ്പോ മാത്രമേ. അല്ല, നിങ്ങൾ സ്റ്റേജ് ഷോ ചെയ്യുന്നവരില്ല. അതാണ് നിങ്ങളുടെ റേഞ്ച് എന്ന് പറയുന്നത്. കാരണം അങ്ങേ അറ്റത്തിരിക്കുന്നവരെ വരെ കേൾക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇതിന്റെ എന്ന് പറഞ്ഞാൽ. വെറുതെ ഒരു സെറ്റ് മാത്രമേ ഇവിടെ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യണം. അതെല്ലാം നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എപ്പോഴും പറഞ്ഞാൽ ഈ ലൊക്കാലിറ്റി ഇല്ലേ, ഓരോരോ ഇപ്പം നമ്മൾ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇപ്പം നമ്മൾ ഒരുപാടായി കാണുന്നു കൊച്ചി. പക്ഷെ കോഴിക്കോട് വരുമ്പോഴേക്കും നമുക്ക് വേറെന്തോ ഒരു റിലേഷൻ കൂടി വരും. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ക്ലോസ്നെസ് തോന്നും. നിങ്ങളുടെ രീതികൾ, അവിടുത്തെ കസ്റ്റം എല്ലാം മാറുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ്സും തരാറുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നല്ല പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തുടരേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം വ്യത്യസ്തമാക്കുന്നത് നിങ്ങളുടെ ആ റെൻഡറിങ്ങും ആ ഇതുണ്ടല്ലോ, ആ സ്ലാങ് ഒക്കെ മാറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ്സാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അല്ല, ഇതിൽ ആരുടെയാ കല്യാണം കഴിഞ്ഞത്? ഗ്രീഷ്മ മാത്രല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളൂ? അപ്പൊ അവിടെ ഇതുപോലെ തല കൂട്ടി ഇടിക്കാറുണ്ടോ? ഇല്ലില്ല, ഇത് ഞങ്ങള് ഒരു ഇത് എവിടുത്തെ ഏത് സ്ഥലത്തെ ആചാരമാണ് ഇങ്ങനെ കൂട്ടിയിടിക്കുന്നത്? പാലക്കാടാണ്. അതെടുത്തിട്ട് നമ്മൾ കോഴിക്കോട് പിടിച്ചാ. ഈ കോഴിക്കോട് ശരിക്കും നിങ്ങളുടെ വീട് എവിടെയാ? കോഴിക്കോട് ഞങ്ങൾ കുന്നമംഗലം എന്ന് പറയും. രണ്ടുപേരും? ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത. ഗ്രീഷ്മയോ? പാലാഴിയിലാണ്. നിർമ്മലേട്ടന്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഓക്കെ. അല്ല, എനിക്കും ടിരി പറഞ്ഞ പോലെ തന്നെ മറിച്ചൊരു അഭിപ്രായം ഇല്ല. നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു തല കുട്ടി ഇടിച്ചിട്ട് പരിക്കുണ്ടാകുന്ന ഒരു പുതുമയുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നീ ആദ്യമായിട്ടാണോ പെൺവേഷം കെട്ടുന്നത്? അക്ഷയ്? ഞാൻ മൂന്നാമത്തെയാണ്. നീ ശരിക്കും അക്ഷയായിട്ട് ഒരു ആണായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സാധനം ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് നീ മനോഹരമായിട്ട് ആ സ്ത്രൈണത മനോഹരമായിട്ട് നീ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് ദേഷ്യം വന്നിട്ട് ആ എയർ പോകുന്നതും കുറേ നല്ല നല്ല പ്ലേ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നല്ല പണിയെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നല്ല സമ്മാനങ്ങളൊക്കെ കിട്ടി നിൽക്കുന്നുമുണ്ട്. അതിൽ നിന്ന് താഴെ പോകാതിരിക്കാനുള്ള ഒരു ആത്മാർത്ഥമായൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൗണ്ടറുകൾ നേരത്തേക്കാൾ കുറച്ച് കുറവായിരുന്നു. അതുപോലെ തന്നെ അതിലിന് ചില ഡൗട്ട്സ്, അവിടെ ചില മീറ്റർ പിടിക്കുന്നതിനകത്തൊരു ചെറിയ കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്ലസ് ഈ ക്ലൈമാക്സും കുറച്ചുകൂടെ ഒന്ന് പവർ ആക്കാമായിരുന്നു എന്നൊരു ചെറിയൊരു നിർദ്ദേശമുണ്ട്. എനിവേ, മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഗ്രാഫ് കൊണ്ടുപോയിട്ടുണ്ട്. 3 പേർക്കും ആശംസകൾ. താങ്ക് യു സർ. ഈ സ്കിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവേ ഇത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അടുത്ത വീട്ടിൽ ഭാര്യയും ഭർത്താവും സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. പക്ഷെ അവിടെ ഒരു വഴക്കുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. പ്രത്യേകിച്ച് അമ്മായിയമ്മയും മരുമകളുമായിട്ടുള്ള വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെയായിരിക്കും എല്ലാവരുടെയും കണ്ണ്. അതുപോലെ ഈ സ്കിറ്റിൽ മൊത്തം നിങ്ങളുടെ വഴക്ക് കാണാനായിട്ടുള്ള ആളുകളുടെ ഒരു സാഡിസ്റ്റിക് പ്ലഷർ ഭയങ്കരമാണ്. അത് ശരിക്കും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഈ സ്കിറ്റിൽ. അതാണ് ഇതിനകത്തുള്ള 1ാം സമ്മാനം. രണ്ടാമത്, ഈ സാധാരണ ഇങ്ങനെയുള്ള വേദികളിൽ സ്ത്രീ വേഷം കെട്ടിക്കഴിയുമ്പോൾ ഉള്ളൊരു ഓക്കേർഡ്നെസ് ഉണ്ട് പലപ്പോഴും. അത് തോന്നുന്നേ ഇല്ല. വളരെ നല്ലൊരു അമ്മ കേട്ടോ, നല്ല വഴക്കാളിയായ നല്ല കുശുമ്പ് പിടിച്ച ഒരു ഉടായിപ്പ് അമ്മ തന്നെയാണ് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ ഈ ഗ്രൂപ്പ് നല്ലൊരു പ്രോമിസിങ് ഗ്രൂപ്പാണ് കേട്ടോ. നമ്മുടെ ഈ ഐറ്റം വേറെ എന്നുള്ള ഈ ഒരു വേദിയിൽ നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ പൊളിയാതെ നല്ല കാത്തു സൂക്ഷിച്ച് ഗംഭീരമായിട്ട് റിഹേഴ്സൽ നടത്തി ഉഗ്രൻ സ്കിറ്റുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ പ്രൈസും കൊടുക്കാമല്ലോ. ആദ്യത്തെ ഞാൻ പറയാം 12,000 രൂപ. താങ്ക് യു. ഒരു 15. താങ്ക് യു. അപ്പോൾ 27. ആ, ബാക്കി എല്ലാം കൂടി കാച്ചക്കുറുക്കി എന്തായാലും ആശംസകൾ 3 പേരും. ഇതിനേക്കാളും നല്ല സ്കിറ്റുമായിട്ട് അടുത്ത തവണ വരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്തതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇവിടുത്തെ ബ്ലാസ്റ്റിംഗ് ടീം തന്നെയാണ്. മറ്റാരുമല്ല, സുധീഷ് പുനലൂർ, സജി മുങ്ങോട് ആൻഡ് ബിജു വർഗീസ്. 3 പേർക്കും സ്വാഗതം. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴികാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു. അയ്യോ, എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു. അനങ്ങാതിരുന്ന ഞാൻ കാട്ടില് മൃഗത്തിനെ വേട്ടയാടാൻ പോയ നമ്മുടെ അണ്ണൻ്റെ കൂടെ ഫോറസ്റ്റുകാർ എന്തോ ഓട്ടീരായിട്ട് ഓട്ടിച്ചത്. അവർ ഇത്രയും നല്ലപോലെ ഓടുവാന്ന് ഒളിമ്പിക്സിൽ പോയത് സ്വർണ്ണ മെഡല് കിട്ടിയല്ല. എന്തിനാണോ എന്നെ പിറകെ കിടന്ന് ഓടിയത്? ഇതിനെല്ലാം കാരണക്കാരെ അറിയുമോ? മണിയണ്ണൻ. വെറും മണിയനല്ല, വെടിമണിയൻ. കേട്ടിട്ടുണ്ടോ?
ഭയങ്കര വെടിയാണ്. തോക്കെടുത്ത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ തോക്കിന്ന് വരുന്നതിനെക്കാട്ടി വലിയ വെടിയാണ് അയാളെ വായിന്ന് വരുന്നത്. സഹിക്കുന്ന പാട് നമുക്കറിയാം. അയ്യോ, അങ്ങനെ ഫോറസ്റ്റുകാർ അടിച്ച് കൊന്നോ എന്തോ ഒരിക്കലും അറിയത്തില്ലേ. അണ്ണൻ ചത്തില്ല അണ്ണ? ഓ, അതിന് സാറിന് ഭയങ്കര വിഷമമുണ്ടല്ലേ? അല്ല, അതല്ല, ഫോറസ്റ്റുകാർ അമ്മാതി പ്രകടനമായിരുന്നല്ലോ അവിടെ കാഴ്ചവെച്ചത്. പ്രകടനം അവിടെ നിക്കട്ടെ. നീന്റെ അടുത്ത് എടുത്തോണ്ട് ഓടാൻ പറഞ്ഞപ്പോ നീ എന്താ എടുത്തോണ്ട് ഓടിയത്? ഈ ഇറച്ചിരിക്കുന്ന ചാക്ക് എടുത്തോണ്ട് ഓടി. എടാ, വീണ് കിടന്ന എന്നെ എടുത്തോണ്ട് ഓടാനല്ലടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? പിന്നല്ലാതെ. അല്ല, അതുകൊണ്ട് അണ്ണ ഒന്നും എടുത്തോണ്ട് ഓടിയില്ലേ? പിന്നെ എടുത്തോണ്ട് ഓടണം ഞാനല്ലേ ഇനി എടുത്തോണ്ട് ഓടാനായിട്ട്. അമ്മാതിരി അടി അടിച്ചു വെച്ചല്ലേ അണ്ണ. അണ്ണ ഒരു കാര്യം ചെയ്, ഒന്ന് താങ്ങട്ടെ. നീ ഈയിടെയായിട്ട് നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് കേട്ടാ. ഞാനങ്ങനെ കൊല്ലം കൊറേ ആയി. അണ്ണ എനിക്കറിയാവുന്ന കേരളത്തിൽ ഒരു കൊല്ലമേ ഉള്ളൂ. ഇതെങ്ങനെ കൊല്ലം കുറേ ആയി? ജില്ലക്കാർ വിഷയമുള്ള ഉണ്ടാക്കിയോ? എന്തു അണ്ണ? അല്ല, ഞാൻ ഈ തോക്കിലെ ഉണ്ട എടുത്ത് നിന്നെ എറിഞ്ഞു വന്നാലോ എന്ന് ആലോചിക്കാം. എന്നാലും തോക്കെടുത്ത് ഒരു വെടി പുള്ളി വെക്കൂല. പിന്നെ ഞാൻ ഈ തോക്കെടുത്ത് നിന്നെ ഇങ്ങനെ ചൂണ്ടി വെടിയിച്ചിട്ടാണ് ഉന്നം തെറ്റി ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ ആരെങ്കിലും ദേഹത്തെ ഒന്ന് കൊണ്ടിട്ട് അവരെ മാപ്പള വന്ന് എന്നെ തല്ലിക്കൊല്ലാൻ. ഊർനാട് സൈഡിൽ നിന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എപ്പോഴും പേടിയുണ്ടല്ലേ? എടാ എടാ എടാ, ഇതാണ് കുഴപ്പം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ നേരെയാക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്തോണ്ട് ആക്കിയിരിക്കുന്നത്. പിന്നെ ബ്ലേഡ് പോയ മിക്സി ആണല്ലോ ഇയാൾ നേരെയാക്കി എന്നെ അങ്ങ് ഉപയോഗിക്കാൻ. ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പം. ഇതാണ് കുഴപ്പം. അമ്മയും അച്ഛനും നന്നാക്കാൻ കൊണ്ടാക്കിയതാ. ഇയാളുടെ ജോലി എന്തുവാ? കള്ളച്ചാരായം മാറ്റ്, പിടിവലി, മോഷണം, ഇപ്പൊ വേണ്ട ഇറച്ചി കാട്ടിക്കറി, മൃഗത്തിന്റെ ഇറച്ചിയും വെട്ടി കച്ചവടം. എടാ, ഇതൊക്കെ ചെയ്യുന്നോണ്ട് നീ തിന്നു കുടിച്ച് ഇങ്ങനെ കിടക്കുന്നു. അത് തന്നെ, തിന്നു കുടിച്ച് കിടക്കോ, എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ആരെങ്കിലൊക്കെ വന്ന് അടിക്കും. എനിക്കറിഞ്ഞൂടെ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞു നീ മനസ്സിലാക്കണം. നീ എന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാം. അതാണ് ഞാൻ പൈസ ഉണ്ടാക്കാൻ എളുപ്പ വഴി ഞാൻ പറയാം. ഞാൻ ഒരു കാര്യം, ഞാൻ ഒരിടത്ത് നാഗമാണിക്ക് ഇങ്ങ് കൊണ്ടുവരാം. എന്റെ DVD ഉണ്ട്, നമുക്ക് രണ്ടും കൂടി ഇരുന്ന് കാണാം. നീ രാജമാണിക്യം എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞു? ആ കോമഡി ഇവനങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടാ, കൈയടിക്കണണ്ട. അതല്ല, ആ ഫോറസ്റ്റുകാർ പോയെന്നറിയാം. ആളുണ്ട്, അവരൊന്ന് തല്ലിക്കൊല്ലു. ഒന്നാമത് എനിക്ക് ഓടാൻ വയ്യ. പൈസ ഉണ്ടാക്കാൻ ഒരു ഐഡിയ പറഞ്ഞു. ഞാൻ പറഞ്ഞ പൈസ നാഗമാണിക്കം വിട്. അവിടെ അണ്ണൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാറാമ്മ കയറി പിടി. എന്നിട്ട് വേണം അവളെ ഭർത്താവ് വന്ന് എന്നെ എടുത്തിട്ട് അടിക്കാൻ. ആരുടെ ഭർത്താവ്? ഈ സാറാമ്മയെ പിടിക്കാൻ പറഞ്ഞു. അതല്ല, പിന്നെ ഈ സ്റ്റാറുള്ള ഒരു ആമയുണ്ടല്ലോ. യു മീൻ മറ്റേ നക്ഷത്രയാമ? നക്ഷത്രയാമ. അതിനെ പിടിക്കാണ അടിച്ചിട്ട് അതൊന്നും നടക്കൂല. പോടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ മനുഷ്യന്മാര് ആമയെ കണക്കാണെങ്കിൽ എന്ത് രസമായിരുന്നു. ഞായറാഴ്ച ദിവസം ഈ ഭാര്യമാര് വെള്ളം ഒടിക്കലെന്ന് പറയത്തില്ലയോ? നമ്മൾ ആമയെ കണക്കാണെങ്കിൽ പേടിക്കണ്ടല്ലോ. ഒരു ഫുൾ എടുക്കുക, നേരെ അതിന്റെ അകത്ത് തലയും എടുക്കുക, ഒരു മാറ് സെറ്റപ്പ്, എന്നിട്ട് തല പൊക്കുക. അടിച്ച് പൂസായാലും കുഴപ്പമില്ല. എഴഞ്ഞു ആരെങ്കിലും ചോദിച്ചാൽ ആമയാന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് വരും വരണമല്ലോ, വന്നവരെന്നെ അങ്ങ് കൊല്ലണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ വായിരിക്കുന്ന ഇങ്ങനെ കേൾക്കണേക്കാലം അങ്ങ് ചാവണല്ലേടാ പൊട്ടാ നല്ലത്. ഞാൻ എന്ത് ചെയ്യണോ പറഞ്ഞ ഈ പരിപാടിയൊക്കെ? ഈടാ, നീ ഇതെടുത്തോണ്ട് പോക്കെ. ഇതെല്ലാം എടുത്തോണ്ട്. ഇത് പോത്തുണ്ട്, മാനുണ്ട്, മ്ലാവുണ്ട്. ഇതെല്ലാം കൂടി 10 കിലോ വെച്ചിട്ട് വെട്ടി ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്നൊക്കെ എടുത്ത് മാറ്റിട്ട് അതിനകത്ത് കയറ്റി. പിന്നെ നീ ശ്രദ്ധിക്കേണ്ട, നീ ഫ്രിഡ്ജിൽ കോഴി ഇരിപ്പുണ്ടോ? അതവിടെ ഇരിക്കട്ടെ, കഴിക്കാനുള്ളതല്ലേ. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ബിസിനസ്സിൽ പുതിയതാണല്ലോ. എനിക്ക് പരിചയക്കാരുണ്ട്. ഈ പരിചയക്കാർ വന്നിട്ടുണ്ടല്ലോ, റേറ്റ് കുറച്ച് കളയും. അങ്ങനെ കുറയ്ക്കരുതെന്നാ? അല്ലല്ല, സംഭവിച്ചു പോകുന്നതാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. അതെങ്കിലും കൊണ്ടുപോ. വേറെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഞാനും കൂടെ വരാം. അയ്യോ, ആളില്ലേ? നല്ലവണ്ണം ഊതിയാ മതി, ആളിക്കോളും. ആണത് നിങ്ങളാരാ? ഞാൻ കെട്ടി തമ്പി. കെട്ടുകമ്പിയല്ല, കേറ്റി തമ്പി. തമ്പി പോലീസാണ്. ആഹാ, അപ്പൊ സാറെന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോലീസാണെന്ന്. സാറല്ലേ പറഞ്ഞ സാറിന്റെ തമ്പിയാണ് പോലീസാണ്? എന്റെ തമ്പി എന്നല്ല, ഈ തമ്പി എന്റെ പേരാണ്. തമ്പി പോലീസിലാണ്. ആണോ? സാറ് പോലീസാണോ? എക്സ്റേ അല്ല, ഈ SR എന്ന് പറഞ്ഞപ്പോ 6 തെറിച്ചു പോയാണ് സാറേ. മിക്കവാറും തെറിക്കും. സാറ് പോലീസാണല്ലേ? അതെ, പോലീസാണ്. എന്റെ പൊന്നപ്പോ, ഇറച്ചി. എന്താ ഇറച്ചി എന്താ പറഞ്ഞു? സാറിനെ കണ്ടപ്പം വിറച്ച് എന്നെ കാണുമ്പോ. സാർ മനസ്സിലായി സാർ, ഇത് എന്തോന്നാണ്? ഇത് റബ്ബർ ഷീറ്റാണ് സാറേ. റബ്ബർ ഷീറ്റ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മൂടി ഇടണം. അതെ. ഒരു വല്ലാത്തൊരു നാറ്റം വരും. ഇല്ലെങ്കിൽ ഞാൻ മൊത്തത്തിൽ നാറും. അതെ, മുഴുവൻ പേരൊക്കെ ഒന്ന് പറയാ. അല്ലല്ല സാറേ, മുഴുവൻ പേരൊക്കെയല്ല, ഇന്നലെ കടിച്ച ബാക്കി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, അതെടുത്ത് തന്നാലോ? മുഴുവൻ ഇയാളെ മൊത്തം പേര് പറയാ. മണിവടിയെ.
മണിമണിയനാ? അല്ല സാറേ, വെടിമണിയൻ. വെടിമണിയൻ. ഈ മണിയൻ എന്ന് പറയുമ്പോ ഇൻഷലായിരിക്കും. അല്ലല്ല, എന്റെ ഇനിഷ്യൽ ഡബ്ല്യു. ഡബ്ല്യു? അതെന്തൊരു ഇൻഷൽ. അച്ഛനെ ഒരു വിൽസൺ പറയാൻ എളുപ്പമുണ്ട്. അതെ അതെ അതെ. ഞാനേ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരികയാണ്. പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വരികയാണ്. അപ്പൊ പാസ്പോർട്ട് ഓക്കെ ആയാ? എല്ലാം ഓക്കെ ആയി. അപ്പൊ എനിക്ക് അങ്ങോട്ട് എല്ലാം പോകണേ. എല്ലാം പോലെ ഇനി ഗൾഫിൽ പോയി ഒട്ടകത്തിനൊക്കെ വേടി വെച്ച് അങ്ങോട്ട് ഞാൻ എന്താ പറഞ്ഞു? അല്ല, ഒട്ടകത്തിന്റെ മന്തി കിട്ടും അവിടെ. മന്തി അവിടെ ഒട്ടകത്തിന്റെ മന്തി ആണല്ലോ ചോദിക്കാൻ പറയേണ്ടത് കാര്യമൊന്നുമില്ല. ഓക്കെ സാറേ, അവിടെ ആവശ്യം പോലെ ഉണ്ട്. അപ്പൊ സാർ അതൊന്ന് ക്ലിയർ ചെയ്ത് തന്നിരുന്നെങ്കിൽ. കാട്ടിലൊക്കെ പോവാറുണ്ടോ? കാട്ടിലെങ്ങനെ സാറേ പോവാറാവണം? നമ്മൾ വെള്ളറുടെ നമ്മളെ നെയ്യാറ്റിൻകര വിഴിഞ്ഞം ഭാഗത്തല്ലേ പോവാറ്? വേണ്ട മണിയാ, നീ കൊറേ പാസ്പോർട്ട് വാങ്ങിച്ച് കെട്ടു എന്റെ. സാർ അറിയാതെ വായിന്ന് വരുന്നതാണ് സാർ. അതല്ല, കാട്ടിൽ പോകാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട് സാറേ. എന്തിനാണ് പോകാറുള്ളത്? ഞാൻ തേനെടുക്കാൻ സാർ പോണു. പേനെടുക്കാൻ കാട്ടിൽ എന്തിനാ പോണത്? നമ്മളെ തലേന്നല്ലേ പേനെടുക്കണത്? പേനെടുക്കാൻ കഷ്ടപ്പെട്ട് കാട്ടിൽ പോണ്. സാറിനെ ഈ അച്ഛൻ മരിച്ച വേക്കസിന്റെ അല്ലേ ജോലി കിട്ടിയത്? എങ്ങനെ മനസ്സിലായി? വായിന്ന് ഇങ്ങനെ പറഞ്ഞ കേൾക്കുമ്പോ അറിയാം. അത് എന്താണെന്നറിയോ? ഇല്ല, ഓർമ്മ ഉണ്ടായ കാലം മുതൽ അച്ഛൻ പോലീസിലാണല്ലോ. അപ്പൊ ആ ഒരു പാത പിന്തുടർന്ന് സാർ അങ്ങനെയെങ്കിൽ ആ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കാട്ടിൽ പോകുന്ന കാര്യമാണ്. സാർ അത് വിട്ടില്ലേ? എങ്ങനെ വിടും? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണല്ലോ. എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമേ പാസ്പോർട്ട് കൊടുക്കാവൂന്നാണ് നിയമം. മതി സാറേ. കാട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ? കാട്ടിൽ പോയി ഞാൻ തെണ്ടടിച്ച് കിടക്കും സാറേ. എന്തിനാണ് കാട്ടിലൊക്കെ പോയി തെണ്ടി അടിച്ച് കിടക്കുന്നത്? ഇവിടെ ആവശ്യം പോലെ സ്ഥലം ഉണ്ടല്ലോ സാറേ. അതല്ല, കാട്ടിൽ പോയി സെന്റ് അടിക്കോന്ന്. സെന്റി അടിക്കുന്ന അവിടെ സെന്റി അടിച്ച് ആര് കേൾക്കാൻ? ഇവിടെ നിന്ന് സെന്റി അടി 10 പേരെങ്കിലും കേൾക്കാൻ കാണും. അങ്ങനെ അല്ലാന്ന്. പിന്നെ കൂടാരം ഉണ്ടല്ലോ, കുറച്ചു തുണി വെച്ച് ഇങ്ങനെ കെട്ടുന്ന കമ്പ് വെച്ച് കെട്ടുന്ന സാധനം. കുറച്ച് തുണി വെച്ച്. അതെ അതെ, അങ്ങനെ പറ. ട്രെൻഡ് അല്ലാന്ന്, ടെന്റ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ, കുറച്ച് തുണിയുള്ളത്. എവിടെ നോക്കിയാൽ അതാണ് ട്രെൻഡ്. അപ്പൊ സാറ് പെട്ടെന്ന് അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു. മനസ്സിലാക്കി. ഓക്കെ സാറേ, എഴുതിക്കോളി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷങ്ങൾ? ഇവിടെ വിശേഷമൊന്നുമില്ല സാറേ. ഞാൻ കാട്ടിൽ പോയി ഇങ്ങനെ തെണ്ടടിച്ച് കിടക്കും, അത്ര. ഈ കാട്ടിൽ പോയി ടെന്റ് അടിക്കാനുള്ള കാരണം എന്താണ്? അല്ല, ഞാൻ തേനെടുക്കും. തേൻ എങ്ങനെയാണ് എടുക്കുന്നത്? തേന് നമ്മളൊരു വെളുപ്പാങ്കാലം ഒരു 4-4:30 മണിയാവുമ്പോ നമ്മൾ എണീറ്റ് നേരെ തേനീച്ച കൂടിന്റെ അടുത്ത് പോകണം. അവിടെ ചെല്ലണം. അവിടെ ചെല്ലുമ്പോ തേനീച്ചകളെല്ലാം ഉറക്കമായിരിക്കും. അതിലൊരു തേനീച്ചരെ തൊടയിൽ ഇങ്ങനെ പതുക്കെ എന്നിരിക്കണ ഈ തേനീച്ച ഉണ്ടല്ലോ, നാക്കുമ്പോ മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും ആ തേനീച്ച ആയിരുന്നാലും ഇതുവഴി ഇങ്ങനെ തേൻ ഒഴുകും. അതിന് നമ്മളിങ്ങനെ വടിച്ച് കുപ്പി ഇങ്ങനെ. അങ്ങനെയാണോ തേൻ എടുക്കുന്നത്? അങ്ങനെയാണോ? സാറിന് ഇത്രയും കാലമായിട്ട് അറിഞ്ഞോളൂ തേൻ എടുക്കുന്നത് ഇവിടത്തെ ന്യായമാണിത്. പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് വിശ്വസിച്ചു. പിന്നെ മണിയണ്ണ, വാക്ക് പറഞ്ഞ സ്ഥിരത ഉണ്ടാവണം. ഇങ്ങനെയാണോ കച്ചവടം പറയണത്? കച്ചവടമല്ല, പിന്നെ ബിസിനസ് സംസാരിക്കുകയാണല്ലേ പറഞ്ഞ ദേഷ്യമൊക്കെ വേണമെന്ന് നീ പറഞ്ഞ മാനിറച്ചിയുണ്ട്, മയിലിറച്ചിയുണ്ട്, കാട്ടുപോത്തുണ്ട്, പന്നിയുണ്ട്. ഇയാൾക്ക് ഏതാ വേണ്ടേ? അല്ല സാറേ, ഇത് അങ്ങനെ സംഭവം എന്താണെന്നറിയാമോ? ഇവൻ അറിയാതെ സംഭവം. ആ പറഞ്ഞ ഒന്നും കൂടെ പറയൂ. കാട്ടുപോത്ത്, മാന്, മയില്, പന്നി. ഞാൻ ഒന്നും കേട്ടില്ല. അതെ, കേട്ടില്ലേ? കാട്ടുപോത്ത്, പന്നി, മയില്. ചെവി പൊത്തിയതാണ്. ഇതെല്ലാം കൊണ്ട് എത്ര കിലോ വേണം? എത്ര കിലോ വെച്ചോണ്ട് മൊത്തം എടുത്തോ? മൊത്തം എടുക്കാം. ബിസിനസ് കയറിയുണ്ടോ? മറ്റേ ആനയുടെ പല്ലു കൂടി എടുത്തും കൊടുത്താലോ? ആനയുടെ പല്ല? കൊമ്പ? ആനക്കൊമ്പൊക്കെ ഉണ്ടോ അവിടെ? പിന്നെ ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇറച്ചി ഏതാ വേണ്ട? ഇറച്ചി വേണോ? എനിക്ക് ഇറച്ചി വേണം. ആ ഇറച്ചിയല്ലേ ഇതായിരിക്കുന്നത്? എല്ലാ ഇറച്ചി വേണം. ആണ്ടാ ഇറച്ചി ഇരിക്കുന്നത്. ഇതൊക്കെ ഇറച്ചിയാണോ? ഈ മണിയനടുത്ത് ചോദിച്ചപ്പോ റബ്ബർ ഷീറ്റ് ഉണക്കായിട്ടേക്കണെന്ന് പറയാ. ചമ്മത്താമ ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. എടാ, നീ പറഞ്ഞത് കേക്ക്. നീ ഉദ്ദേശിച്ച ആളല്ല അത്. മിസ്റ്റർ ഫിലിപ്സ്. ഫിലിപ്സാ? ഇങ്ങോട്ട് വരൂ. സുഹൃത്ബന്ധമായിരിക്കും, പക്ഷെ ഇറച്ചി കരളോ നെയ്യോ തരാം. പൈസക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഞാൻ തയ്യാറല്ല. എന്താടാ പറയുന്നത്? താണ്ടേ ഈ തോക്ക് വെച്ചാണ് മണിയണ്ണ എല്ലാത്തിനെയും വെടിവെച്ച് കീച്ചിയത്. ഈ തോക്ക് വെച്ച്? പിന്നല്ല. അയ്യോ, നമ്മളെ ഫ്രിഡ്ജിലെ ചില കോഴി ഇറച്ചി തിന്നാൻ വെച്ചില്ലേ? അത് പറയല്ലേ? അത് പറയില്ല. അടുത്ത വീട്ടിൽ നിന്ന് പിടിച്ചതാ. പിന്നെ കുഴപ്പമില്ലല്ലോ സാറേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കയ്യബദ്ധം ഇവൻ പൊട്ട അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. സത്യം, സീരിയസ് ആയിട്ട് പറയാ. ഒരു കയ്യബദ്ധവും ഇല്ല. നിങ്ങൾ ചുമ്മാ എനിക്ക് കച്ചവടം മുടക്കാതെ വിളിച്ച് ഗൂഗിൾ പേയിൽ പൈസ ഇടാൻ പറഞ്ഞു. ഗൂഗിൾ പേയിൽ വീട്ടിൽ പൈസ ഇടാൻ. സാർ പി സി ആണ് സാർ. സാർ, മണിയന്റെ വീട്ടിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നാണ് സാർ. സാർ, ഇവിടെ ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നുണ്ട് സാർ.
സാർ കാട്ടിലുള്ള മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ ഇവിടെ കൊണ്ടുവച്ച് പബ്ലിക്കായിട്ട് കച്ചവടമാണ് സാർ ഇവരുടെ ജോലി. ഇല്ല സാർ, തോക്ക് എൻ്റെ ഉണ്ട്, അവരാരും പുറത്തു പോകൂല. സാർ വണ്ടി കൊണ്ടുവാ. വാ വാ വാ. ഈ ഫിലിപ്സ് എന്താടാ ഈ പറയണം? ഫിലിപ്സിന്റെ തേങ്ങ എടാ പൊട്ടാ, ഫിലിപ്സ് അല്ല, പിന്നെ അത് വെരിഫിക്കേഷൻ വന്ന പാസ്പോർട്ടിന്റെ പോലീസ് ആണെന്ന്. ചുമ്മാ പോലീസ് ആവുമ്പോ കാക്കിയേക്കണം. സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തോന്ന്? ഇതിന് എത്ര വർഷം ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് സാറേ? ഒരു 10 വർഷമെങ്കിലും ഉള്ള കിടന്ന് എണ്ണും. അതിനുള്ള വകുപ്പ് ഞാൻ എഴുതി. 10 വർഷോ താന്ന് പറയുന്നതിനുള്ളിൽ പോവും. നിങ്ങൾ എന്താണ് ടെൻഷൻ? എന്റെ ഒപ്പം സാറേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്കിത് പറ്റത്തില്ല സാറേ. എനിക്ക് വധശിക്ഷ വേണം. വധശിക്ഷ വേണം. മണിയാ വധശിക്ഷ വേണമെങ്കിൽ മിനിമം നമ്മൾ ആരെങ്കിലും ഒരാളെ കൊല്ലണ്ടേ? കൊല്ലുവല്ലോ. ആരെ കൊല്ലാൻ? ഈ മൃഗനെ ഇങ്ങനെ ഈ രീതിയിൽ കൊണ്ടുവന്ന് എന്നെ തകർത്ത് തരിപ്പണമാക്കിയ ഈ തെണ്ടിയെ ഞാൻ ഇന്ന് കൊല്ലും. അയ്യോ ചേട്ടാ, ചേട്ടാ, മണിയണ്ണം കൊല്ലൂന്ന് പറഞ്ഞാ കൊല്ലു. എനിക്കറിയാം. പണ്ട് ഇയാൾ 3-4 വരെ കൊന്നിട്ടുണ്ട്. ആ കുടിച്ചിട്ട് സ്ഥലവും എനിക്കറിയാം. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എടാ വെണ്ട മണിയാ, വെടിമണിയായി. സുധീഷ്, ബിജു, സജി, നല്ല സ്കിറ്റായിരുന്നു. ഇതിനകത്ത് ആകെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടറുകളുടെ കുറച്ച് കുറവ് അവിടെ ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു കളിയുണ്ടല്ലോ, നിങ്ങളുടെ എനിക്ക് തോന്നുന്നത് ഈ ഫ്ലോറിലെ തന്നെ എക്സ്പീരിയൻസ്, നിങ്ങൾ 3 പേരും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കും. ഇനി പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടിയാൽ അതിനോട് പരമാവധി നീതി പുലർത്തും. സജിയുടെ എൻട്രിയൊക്കെ ഉഗ്രരായിരുന്നു. പോലീസുകാരൻ വരുന്നത് വേറൊരു കാര്യത്തിനും നമ്മൾ പെട്ടുപോകുന്നത് വേറൊരു കാര്യത്തിനും. അവർ ഒറ്റ ത്രെഡിലാണ് ഈ സ്കിറ്റ് ഇവിടം വരെ നിങ്ങൾ കൊണ്ടുവന്ന് നിർത്തിയത്. ഇതേ ത്രെഡിലുള്ള എത്ര സ്കിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഗതിയെ നിങ്ങളുടെ പ്ലേ കൊണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ വേറൊരു സംഗതി ഇതിലേക്ക് കൊണ്ടുവന്നു. അതായത് ഫോറസ്റ്റിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെയാണ് നിങ്ങളുടെ ഒരു മികവെന്ന് പറയുന്നത്. കാരണം അത് നല്ല കലാകാരന്മാർക്ക് പറ്റുന്നൊരു കാര്യമാണ്. എനിക്ക് ആകെ ഒരു ചെറിയൊരു നിർദ്ദേശം ഇതിനകത്തുള്ളത്, കുറച്ചുകൂടി കൗണ്ടർ പഞ്ചുകൾ വന്നിരുന്നെങ്കിൽ, അതുപോലെ തന്നെ എൻഡിൽ എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ആഹാന്ന് തോന്നിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് വന്നേനെ. വലിയ കുഴപ്പമില്ലാതെ ഒരു ഫീൽ ഗുഡ് സ്കിറ്റായിട്ട് ഇത് പോയിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. സുധീഷേ, ഈ പ്രാവശ്യം മേക്കപ്പ് ചെറുതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആണല്ലേ? അതുപോലെ ബിജു വർഗീസിന് പറ്റിയ വേഷം ഉണ്ട്. യൂണിഫോം ഇടുമ്പോൾ കറക്റ്റ് ചേരുന്ന ഒരാളാണ് ബിജു വർഗീസ്. ഈ പറയുന്ന പോലെ നമുക്ക് നിങ്ങളുടെ ഒരു പൂണ്ടുവിളയാട്ടമുണ്ട്, അത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് അതിനോടനുബന്ധിച്ചുള്ളൊരു കോമഡികൾ കുറവുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് ഡ്രാഗ് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് ലാഗിങ് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം നിങ്ങളുടെ ഫിസിക്കൽ കോമഡിയും കൂടി ഉണ്ട്. വെറുതെ എന്ന് പറയില്ലല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും, പ്രോപ്പർട്ടി എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ബിജു വർഗീസ് വരുമ്പോൾ തന്നെ ആ ബുക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വേണ്ടത് കുറച്ചും കൂടി ഒരു ഹ്യൂമറാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതിനു മുമ്പ് നിങ്ങൾ അത്രയും ഗോൾ അടിച്ചിട്ടുള്ളതുകൊണ്ടാണ് പ്രശ്നം. ആ ഗോള് നമ്മൾ പ്രതീക്ഷിക്കും, അതിന് മാത്രമേ ഒരു കുറവില്ല. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. സജി, ത്രെഡൊക്കെ നന്നായിരുന്നു. ത്രെഡ് നല്ല ത്രെഡാണ്. സാധാരണ സ്ഥിരമായിട്ട് കാണുന്ന ത്രെഡിൽ നിന്ന് വ്യത്യസ്തതയുണ്ടായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. രണ്ടുപേരും പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഹ്യൂമറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബിജുവൊക്കെ തകർത്ത് തരിപ്പണമാക്കിയ ഒരുപാട് സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് അധികം അങ്ങനെ പെർഫോം ചെയ്യാനില്ല. പിന്നെ അതുമാത്രമല്ല, ഇത് ഓരോന്നായിട്ട് ഇന്ന മൃഗമാണ്, ഇത് മാനാണ്, ഇത് കരടിയാന്നൊക്കെ പറയുമ്പം പോലീസിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം ഇങ്ങനെയൊന്നും ഞെട്ടിയാൽ പോരാ. അവിടെ കിടന്ന് അർമാദിച്ച് അവനെ പിടിച്ചു വലിച്ചുകൊണ്ടൊക്കെ പോയി അവൻ വീണ്ടും തിരിച്ചു വന്നിട്ട് കച്ചവടം ചെയ്യണം. വീണ്ടും അടുത്ത പേര് പറയുമ്പോൾ വീണ്ടും അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകണം. ബിജുവിന് ഐഡിയയും കിട്ടണില്ല. പിന്നെ മനസ്സിലാവുന്നു. പിന്നെ അങ്ങനെ കിടന്ന് നിങ്ങൾക്ക് അർമാദിക്കാനുള്ളൊരു നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾ സോഫ്റ്റാക്കി ഇങ്ങോട്ട് കളഞ്ഞു. അതിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അവസാനത്തെ ക്ലൈമാക്സ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ പഞ്ചിൽ നിർത്തായിരുന്നു. കോമഡിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറ്റ് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം തകർക്കാം കേട്ടോ. അപ്പൊ കാട്ടുകള്ളന് നീ എത്ര രൂപ? കാട്ടുകള്ളന് ഞാൻ കൊടുക്കുന്നത് 15,000 രൂപ. ഞാനും കുറക്കുന്നില്ല, 15,000 തന്നെ തരുന്നു. അപ്പൊ ഞാനൊന്ന് കറക്കി ബാക്കി ഇവിടെ അങ്ങോട്ട് അയച്ചേക്കാം. വേറൊന്നും ഇനി പറയില്ല, കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആർട്ടിസ്റ്റുകളാണ്. അടുത്തതിൽ പൊളിക്കുക. ഓക്കെ, ഉറപ്പായിട്ടും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ സമയമായിരിക്കുകയാണ്. അതെ, നല്ല ഗംഭീര സ്കിറ്റുകളാണ് അല്ലേ പ്രസാദ്? അതെ. അപ്പം ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.